യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന വളരെ യൂട്ടിലിറ്റി ഉള്ളൊരു വാഹനം എന്നതിനപ്പുറത്തേക്ക് കാർ എന്ന് പറയുമ്പോൾ അത് സ്വന്തമാക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി ഉണ്ടാക്കുന്ന സംഭവമാണ് അല്ലേ? ഒരു കാലത്ത് കാർ ഒരു ലക്ഷറി ആയിരുന്നു. ഇന്നത്തെ കാലത്തും മിഡിൽ ക്ലാസ്സിനും അതിന് താഴേക്കുമുള്ള ആളുകളെ സംബന്ധിച്ച് കാർ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സ്വന്തമാക്കാനാകുന്ന ഒന്നല്ല. അത്യാവശ്യം പൈസ ഇറക്കണം ഈ കാര്യത്തിന്. എന്തായാലും കോവിഡിനൊക്കെ ശേഷം ഇന്ത്യയിൽ ആളുകൾ പ്രൈവറ്റ് വാഹനങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ കാലത്ത് പല മോഡലുകളിലും പല പ്രൈസ് റേഞ്ചുകളിലുള്ള കാറുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ആളുകളുടെ ചോയ്സ് അനുസരിച്ചും ബജറ്റ് അനുസരിച്ചും ഒരു കാർ കണ്ടെത്തുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി മാറുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും നിലവിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ 8% മാത്രമാണ് കാർ സ്വന്തമായിട്ടുള്ള ആളുകളുടെ എണ്ണം. ഇത് കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ ലൈഫ് ഇവന്റ് ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ ഓട്ടോമൊബൈൽ സെയിൽസ് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഫിനാൻഷ്യൽ ഡിസിഷനും ഒരു ഇമോഷണൽ ഡിസിഷനുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കാർ വാങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ഷയാസ് റഫിയ മൊയ്തീൻ. വെൽക്കം ടു ഗ്രോ മലയാളം. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. കാർ വാങ്ങാം എന്ന ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കണമെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. കാലക്രമേണ മൂല്യം കുറഞ്ഞു വരുന്ന ഒരു അസറ്റാണ് കാർ. ഒരു കാർ നമ്മൾ വാങ്ങി പിന്നീട് വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ കൊടുത്ത വില കിട്ടില്ലല്ലോ. റീസെയിൽ വാല്യൂ വാങ്ങിയപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്ത് നന്നായി ആലോചിച്ച് മാത്രമേ കാർ വാങ്ങാം എന്ന തീരുമാനത്തിൽ എത്താവൂ. ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ഫാമിലീസിനെ സംബന്ധിച്ച് കാർ വാങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. മാർക്കറ്റിൽ കാറുകൾക്കൊക്കെ നല്ല ഉയർന്ന വിലയുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ലോൺ എടുത്താണ് കാർ വാങ്ങാറുള്ളത്. അതുകൊണ്ട് ഈ കാർ വാങ്ങുന്നതിൽ ഭൂരിഭാഗം ആളുകളുടെയും ഒരുപാട് പണം പോകുന്നത് ഈ ലോൺ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഈ പൈസ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റു പല ഫിനാൻഷ്യൽ ഗോളുകളും നേടാൻ അത് ഉപകാരപ്പെട്ടേക്കാം എന്നതും ഒരു പോയിന്റ് ആണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു 2 വീലർ മതിയാവില്ല എന്നൊരവസ്ഥ വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്കും കുടുംബത്തിനും യാത്ര ചെയ്യാനായി ഒരു കാർ വളരെ അത്യാവശ്യമാണ് എന്നൊരു ഘട്ടം എത്തുമ്പോഴൊക്കെ ലോൺ എടുത്തിട്ടായാലും കാർ വാങ്ങുക എന്നുള്ളതിനെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുക, പ്രത്യേകിച്ച് കയ്യിൽ മുഴുവൻ പൈസയും ഇറക്കാൻ ഇല്ലാത്തപ്പോൾ. കേരളത്തിലെ കാര്യമെടുക്കുമ്പോൾ സിറ്റികളിലൊക്കെ താമസിക്കുന്ന വല്ലപ്പോഴും മാത്രം കാർ യാത്ര ആവശ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഓല അല്ലെങ്കിൽ ഊബർ പോലെയുള്ള ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സിൽ നിന്നും ക്യാബുകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. കാർ വാങ്ങിക്കഴിഞ്ഞാൽ എത്രമാത്രം യൂസേജ് നമുക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. കാരണം കാർ ഉപയോഗിക്കാതെ വെച്ചാൽ പോലും മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ യൂസേജ് കാര്യമായിട്ട് ഉണ്ടാകില്ല എന്നുള്ളവർക്കും പിന്നെ ജോലിയുടെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മാറേണ്ടി വരും എന്നുള്ളവർക്കൊക്കെ സംബന്ധിച്ചിട്ട് സ്വന്തമായിട്ടൊരു കാർ വാങ്ങുന്നതിനേക്കാൾ ഈ ഊബർ അല്ലെങ്കിൽ ഓല എന്നുള്ളവരുടെ സർവീസ് എടുക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ഒരു നാട്ടിൻ പുറത്തോ അല്ലെങ്കിൽ ചെറിയ ടൗൺ പ്രദേശത്തോ ഒക്കെ ആണെങ്കിൽ ഈ സർവീസുകൾ ഉണ്ടാകണമെന്നില്ല നമ്മുടെ കേരളത്തിൽ. പിന്നെ ഒരു എക്സ്റ്റേണൽ ഡ്രൈവർ ഇല്ലാതെ സ്വയം ഡ്രൈവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ട്രിപ്പ് അടിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നാണെങ്കിലും അതിനുവേണ്ടി മാത്രം ഒരു കാർ എടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം വാടകയ്ക്ക് കാർ കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതിപ്പോൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് ഓൺലൈൻ വഴി തന്നെ നമുക്ക് എടുക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന് സൂം കാർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് 2 വീലർ 4 വീലർ വണ്ടികളൊക്കെ റെന്റിന് എടുക്കാൻ പറ്റും. പക്ഷേ സ്ഥിരമായി ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആവശ്യം വരുന്നവരെ സംബന്ധിച്ച് ഒരു കാർ സ്വന്തമായി വാങ്ങുന്നത് തന്നെയായിരിക്കും കോസ്റ്റ് എഫക്റ്റീവായ കാര്യം. ഓലയും ഊബറും ഒക്കെ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് കൂടുതൽ പൈസ മേടിക്കുന്നുണ്ട് പെർ കിലോമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കാർ വാങ്ങുന്നത് തന്നെയാണ് നല്ല തീരുമാനം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തതായി നമ്മൾ അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. കാറിൻ്റെ കോസ്റ്റ് കൂടാതെ, അതായത് കാറിൻ്റെ ഒറിജിനൽ കോസ്റ്റ് കൂടാതെ മറ്റു പല ചാർജുകളും നമ്മുടെ കയ്യിൽ നിന്നും പോകും. ഉദാഹരണത്തിന് രജിസ്ട്രേഷൻ ഫീസ്, ഇൻഷുറൻസ് ഫീസ്, ടാക്സ് എക്സെട്ര. ഇതെല്ലാം അടങ്ങിയ ഓൺ റോഡ് പ്രൈസ് എക്സ് ഷോറൂം പ്രൈസിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഒരു പുതിയ കാർ എടുക്കുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി പുതിയ കാറായാലും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുകയാണെങ്കിലും വേണ്ടി വരുന്ന മറ്റു ചില ചിലവുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ലോൺ എടുത്ത് കാർ വാങ്ങുമ്പോൾ വരുന്ന കോസ്റ്റാണിത്. നിങ്ങളൊരു 5 ലക്ഷം രൂപ വില വരുന്ന കാർ വാങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക. 5 ലക്ഷവും അപ്പോൾ തന്നെ ഇറക്കാൻ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലോണിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും കാർ വാങ്ങാൻ വേണ്ടി പണം കണ്ടെത്തുന്നത് ലോൺ വഴിയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ലോൺ എടുക്കുമ്പോൾ മൊത്തം കോസ്റ്റിൻ്റെ 20% ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരാറുണ്ട്. നമ്മുടെ ഉദാഹരണം 5 ലക്ഷം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ വരും. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ചിലവാക്കണം. ബാക്കിയുള്ള എമൗണ്ട് തവണകളായി അടച്ചാൽ മതിയാകും. ഇതിനെയാണ് നമ്മൾ EMI എന്ന് വിളിക്കുന്നത് അല്ലേ.
ബാക്കിയുള്ള 4 ലക്ഷത്തിന് പുറമെ അതിൻ്റെ പലിശയും കൂടെയാണ് നമ്മൾ EMI ആയിട്ട് അടക്കുന്നത്. ഒരു കാർ ലോൺ എടുക്കുമ്പോൾ എത്ര EMI വരും എന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോയുടെ കാർ ലോൺ EMI കാൽക്കുലേറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 4 ലക്ഷം ലോൺ ആണ് നമ്മൾ എടുക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് 8% എന്നെടുത്താൽ 5 വർഷം കൊണ്ട് ഇത് റീപേ ചെയ്യുകയാണെങ്കിൽ മന്ത്ലി EMI ഏകദേശം 8,111 രൂപയായിരിക്കും. അങ്ങനെ 5 വർഷം കൊണ്ട് നമ്മൾ അടക്കേണ്ടി വരുന്ന പലിശ 87,000 രൂപയോളമായിരിക്കും. അടുത്തതായി നമ്മൾ ആലോചിക്കേണ്ടത് ഫ്യുവൽ എക്സ്പെൻസിനെ കുറിച്ചാണ്. ദിവസവും 50 കിലോമീറ്റർ കാർ ഓടിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ മാസം ഏതാണ്ട് 1,500 കിലോമീറ്റർ വരും. കാറിന്റെ മൈലേജ് 15 കിലോമീറ്റർ പെർ ലിറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഇത് പ്രകാരം മാസം 100 ലിറ്റർ പെട്രോളെങ്കിലും നമുക്ക് വേണ്ടി വരും. ഇപ്പോഴത്തെ പെട്രോൾ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ലിറ്ററിന് ഒരു 100 രൂപ വെച്ച് കൂട്ടാം. അപ്പോൾ ഇന്ധനത്തിനുള്ള ചെലവ് തന്നെ മാസം 10,000 വരും അല്ലേ. അടുത്തത് മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. 2-3 മാസം കൂടുമ്പോൾ കാർ സർവീസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മാസം ഒരു 2,000 രൂപ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് വന്നാൽ തന്നെ ഒരു വർഷം അത് എത്രയായി? 24,000 രൂപയായി. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മാസം EMI 8,000 രൂപയും ഫ്യുവൽ എക്സ്പെൻസ് 10,000 രൂപയും മെയിൻ്റനൻസ് കോസ്റ്റ് 2,000 രൂപയും വരും ഏകദേശം. അപ്പോൾ ഒരു മാസം കാറുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ചെലവ് ഏകദേശം 20,000 രൂപയോളാണ്. ഇതിന് പുറമെ 4,000 മുതൽ 5,000 രൂപ വരെ മോട്ടോർ ഇൻഷുറൻസ് ആയിട്ടും അടക്കേണ്ടി വരും. അപ്പോൾ ചെലവിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഏത് തരത്തിലുള്ള കാറാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നാണ്. ആദ്യം പെട്രോൾ വേണോ ഡീസൽ വേണോ എന്ന് നോക്കാം. പെട്രോൾ കാറുകൾക്ക് ഡീസൽ കാറുകളേക്കാൾ വില കുറവാണ്, മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിരിക്കും. മാത്രമല്ല പെട്രോൾ കാറുകൾ എക്കോ ഫ്രണ്ട്ലിയുമാണ്. പക്ഷേ എണ്ണ അടിക്കുന്ന കാര്യം വരുമ്പോൾ പെട്രോളിന് ഡീസലിനേക്കാൾ വില കൂടുതലാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യം വരുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായും ഡീസൽ വണ്ടിയായിരിക്കും എക്കണോമിക്കൽ. മാത്രമല്ല ഡീസൽ എഞ്ചിനുള്ള കാറുകൾക്ക് ലോങ് ലൈഫും കിട്ടും. പക്ഷേ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ റണ്ണിംഗ് മാത്രമേ വരുന്നുള്ളൂവെങ്കിൽ പെട്രോൾ ആയിരിക്കും നല്ലത്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് പുതിയ കാർ വാങ്ങണോ അതോ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കണോ എന്നുള്ളതാണ്. നമ്മുടെ ബജറ്റാണ് ഇതിൽ പ്രധാനം. നമുക്ക് എന്തായാലും ഇതിൻ്റെ രണ്ടിൻ്റെയും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് കൂടെ നോക്കാം. പുതിയ കാർ ആകുമ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി, ഹൈ ക്വാളിറ്റി കമ്പോണൻസ് എന്നിവയൊക്കെ ഉണ്ടാവും. മാത്രമല്ല ഒരുപാട് മെയിൻ്റനൻസ് ആവശ്യം വരില്ല. പിന്നെ പല ഓട്ടോ കമ്പനികളും പുതിയ കാർ വാങ്ങുന്നവർക്ക് പല സർവീസുകളും ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്യും. അതിനു പുറമെ സെക്കൻഡ് ഹാൻഡ് കാറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതിയ കാറുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകളും കിട്ടും. അതേസമയം അഫോർഡബിൾ റേറ്റിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ ചെലവിൽ ഒരു കാർ സ്വന്തമാക്കാനുള്ള ഓപ്ഷനാണ് സെക്കൻഡ് ഹാൻഡ് കാറുകൾ. പക്ഷേ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് വാറണ്ടി ഉണ്ടായിരിക്കില്ല. മാത്രമല്ല റിലയബിലിറ്റി കുറവാണ്. ഇതിനു മുൻപ് ആ കാർ ഉപയോഗിച്ച ആൾ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ളതിന് തെളിവുകളൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും സെക്കൻഡ് ഹാൻഡ് കാറിലേക്ക് വരുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഉപയോഗം, ബജറ്റ്, താല്പര്യം എന്നിവ കണക്കിലെടുത്ത് പുതിയ കാർ വേണോ അതോ സെക്കൻഡ് ഹാൻഡ് വേണോ എന്നുള്ളത് തീരുമാനിക്കുക. സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുകയാണെങ്കിൽ അത് നന്നായി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കാർ വാങ്ങാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഫിനാൻഷ്യൽ റൂൾ ഉണ്ട്. 20-4-10 റൂൾ എന്നാണ് ഇതിൻ്റെ പേര്. ഈ റൂൾ പ്രകാരം കാറിന് വേണ്ടി വരുന്ന മൊത്തം ചിലവിലെ 20% ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടക്കുക. റീപേയ്മെൻറ്റ് കാലാവധി 4 വർഷം എടുക്കുക. പിന്നെ റീപേയ്മെൻറ്റ് എമൗണ്ട്, അതുപോലെ കാറുമായി ബന്ധപ്പെട്ട ഒരു മാസം വരുന്ന മറ്റ് ചിലവുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മുടെ വരുമാനത്തിൻ്റെ 10% കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ഈ ക്രൈറ്റീരിയകളെല്ലാം പാലിച്ചാൽ അധികം ഫിനാൻഷ്യൽ സ്ട്രെസ് ഇല്ലാതെ ഒരു കാർ സ്വന്തമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുമെന്നാണ് ഈ റൂള് പറയുന്നത്. ഇനി ഒരു ബോണസ് ടിപ്പ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കണ്ടുവരുന്ന പുതിയ ഒരു സർവീസാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് കാർ റെൻറ്റിംഗ്. നമുക്കൊരു കാർ വേണം, പക്ഷേ മെയിൻ്റനൻസ്, ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും മെനക്കെടാൻ വയ്യ എന്നുമാണെങ്കിൽ ഈ അടുത്ത കാലത്തായി ഓട്ടോമൊബൈൽ കമ്പനികൾ തുടങ്ങിയിട്ടുള്ള ഈ സർവീസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫീസ് ഇല്ല, ഡൗൺ പേയ്മെൻ്റ് ഇല്ല, രജിസ്ട്രേഷൻ ഫീ ഇല്ല. ആകെ വേണ്ടത് മാസം വാടക കൊടുക്കുക. അങ്ങനെ ഒരു നിശ്ചിത കാലത്തേക്ക് നമുക്കൊരു കാർ സ്വന്തമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കാർ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഓപ്ഷൻസുമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഒന്നുകൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കുകളെല്ലാം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അവ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.